ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് കപ്പാണ് എടുക്കണം അതിന് 2 കപ്പ് മൈദ എടുക്കാം. അതിന് 4 ടീസ്പൂൺ റവ വേണം. ഞാൻ ഈ ടീസ്പൂണിനാണ് എടുത്തിരിക്കുന്നത്. 4 ടീസ്പൂൺ റവ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് ഫ്രൈയിങ് പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതൊരു കപ്പ്. പിന്നെ കുറച്ച് ഏലക്ക വേണം ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ മതി നമുക്ക് ബേക്കിംഗ് സോഡ വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടത്. ഇത് നമുക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു വലിയ പാത്രത്തിൽ ആ 2 കപ്പ് മൈദ എടുത്ത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. ഇത്ര ആഡ് ചെയ്താൽ മതി. അത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം. ഇപ്പോൾ 1 കപ്പ് തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് മൈദ 2 കപ്പ്, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. ഇനി 4 ടീസ്പൂൺ റവ ആഡ് ചെയ്യാൻ പോവാം. എടുത്തു വെച്ചിരുന്ന 4 ടീസ്പൂൺ റവയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം മൈദ, തേങ്ങ, റവ, ബേക്കിംഗ് സോഡ ഇത്രയുമാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരുന്നത്. ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. ഈ ശർക്കരപ്പാവ് ഞാൻ 2 കപ്പ് വെള്ളത്തിലാണ് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചേക്കുന്നതാണ്. ഇതിൽ ഏലക്ക ആഡ് ചെയ്ത്, അതായത് കാർഡമം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാഗ്രിയുടെ സിറപ്പ് ഒഴിക്കാം. അതായത് ശർക്കരപ്പാവ് ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ശർക്കരപ്പാവ് ഒഴിച്ച് നമ്മുടെ ആ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ, ഈ കൺസിസ്റ്റൻസിൽ ആക്കിയെടുക്കണം കേട്ടോ. എനിക്ക് 2 കപ്പ് ശർക്കര വേണ്ടി വന്നില്ല. അത് നിങ്ങൾ മിക്സ് ചെയ്യുമ്പം എത്ര വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ശർക്കരപ്പാവ് ചേർക്കുക. മധുരം നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് ചേർക്കുക. 200 ഗ്രാം ശർക്കരയാണ് എടുക്കേണ്ടത്. നമ്മുടെ ഉണ്ണപ്പ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു മീഡിയം ചൂടാവുന്നവരെ വെക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് സ്ലോ ആക്കി ഈ ബാറ്റർ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഒഴിച്ച് മീഡിയത്തിൽ വയ്ക്കാം. മീഡിയത്തിൽ വയ്ക്കുമ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്ക് മെല്ലെ തിരിച്ചിടാം. നമ്മുടെ ഉണ്ണിയപ്പം മെല്ലെ തിരിച്ചിടാം. ഒരു സൈഡ് വെന്ത് ചെയ്യുമ്പോൾ മെല്ലെ നമുക്ക് ഇത് തിരിച്ചിട്ട് എടുക്കാം. ഉണ്ണിയപ്പം എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. അതും വെന്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് മൈദാമാവ്, 4 ടീസ്പൂൺ റവ, ശർക്കര, തേങ്ങ, ഏലക്ക പൊടിച്ചത് ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ ബാറ്റർ വെച്ച് നമുക്ക് 30 ഉണ്ണിയപ്പം ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഈസി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. നമ്മൾ കലക്കി വെച്ച് 5 മിനിറ്റ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിൽ ഒഴിച്ച് നമ്മൾ ഓരോന്നായിട്ട് ആ കുഴിയിൽ ഒഴിച്ച് എടുക്കണം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക് യു.